വർഗീയ പ്രസംഗവുമായി SNDP കായംകുളം യൂണിയൻ സെക്രട്ടറി പ്രദീപ് ലാൽ. മുസ്ലിം വിഭാഗം ഈഴവരുടെ ശത്രുക്കൾ എന്ന പ്രസംഗം SNDPയുടെ ശക്തി കണ്ട മുസ്ലിങ്ങൾ പിന്തുണയുമായി വരുന്നു. കായംകുളത്ത് സർക്കാർ ഭൂമി കയ്യേറി SNDP ഓഡിറ്റോറിയം പണിയതെന്നും പ്രദീപ് ലാൽ പറഞ്ഞു. SNDP ഘോഷയാത്ര കമ്മിറ്റിയിലായിരുന്നു പ്രദീപിന്റെ പരാമർശങ്ങൾ. ആ തരത്തിൽ അവർ വളർന്നിരിക്കുന്നു. കായംകുളത്തൊരു ദുരന്തമുണ്ടായ ഒരു വർഗീയ കലാപമുണ്ടായ നാടാ ഈഴവ മുസ്ലിം സംഘർഷം. ഒരുപാട് പേർക്ക് അന്ന് നിരവധി ആൾക്കാർ തല്ലുവാങ്ങി. എപ്പോഴും ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരു സ്ഥലമാണ് കായംകുളം. അവിടെ നമ്മുടെ സംഘടനാ ശക്തി ബുദ്ധിമുട്ടുണ്ട്. ഇന്നുച്ചയ്ക്ക് അവരുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അത് നിങ്ങളുടെ ഘോഷയാത്ര വരുന്ന റൂട്ടും തരണം, നിങ്ങൾക്ക് ആവശ്യമായ വെള്ളവും ലഘുഭക്ഷണങ്ങളും ഒക്കെ ഞങ്ങൾ നൽകാം. ഞാൻ പറഞ്ഞ നല്ല കാര്യം. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ സംഘടനാ പ്രവർത്തനം അപ്പം നമ്മുടെ ആൾക്കാരോട് കൊടുക്കുന്നു. ഇതിനകത്ത് നിൽക്കുന്ന റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തുകയാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പം അവർ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നവർ അവരുടെ ഉന്നതാധികാര സമിതി തീരുമാനിച്ചു ഈഴവരുമായി ചേർന്ന് പോകണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് നമ്മുടെ സംഘടനാ പ്രവർത്തനം. ഷൈജു കൂടുതൽ വിവരങ്ങൾ നൽകും. ഷൈജു, എന്താണ് പ്രസംഗത്തിന്റെ ഉള്ളടക്കം? കായംകുളം യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട ഘോഷയാത്ര സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. ഈ ഘോഷയാത്രയുടെ വിജയവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് ചേർന്ന കുടുംബയോഗത്തിലാണ് പ്രദീപ് ലാൽ ഈ വർഗീയ സ്വഭാവമുള്ള പരാമർശം നടത്തിയിരിക്കുന്നത്. അതായത് കായംകുളത്ത് മുസ്ലിങ്ങൾ ഈഴവരുടെ ശത്രുക്കൾ ആണ് എന്നും SNDPയുടെ ശക്തി കണ്ട് മുസ്ലിങ്ങൾ ഇങ്ങോട്ട് പിന്തുണയുമായി വരുന്നുവെന്നും കായംകുളത്ത് ഏത് നിമിഷവും ഒരു സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം. SNDP കായംകുളത്ത് സ്ഥലം കയ്യേറി എന്ന വിവാദ പരാമർശവും അദ്ദേഹം നടത്തുന്നുണ്ട്. പല സമുദായങ്ങളും പല സ്ഥലത്തും കയ്യേറിയിട്ടുണ്ട്. അതുപോലെ തന്നെ SNDP കായംകുളത്ത് യൂണിയന്റെ നേതൃത്വത്തിൽ കായംകുളം നഗരത്തിൽ KSRTC സ്റ്റാൻഡിന് സമീപം പണിതുയർത്തിയിരിക്കുന്ന ഓഡിറ്റോറിയം ഹാളും അടക്കമുള്ള സ്ഥലം കയ്യേറിയതാണെന്നും ഈ കയ്യേറിയ സ്ഥലം സംസ്ഥാന സർക്കാർ പതിച്ചു നൽകിയില്ല എന്ന ഒരു വിവാദ പരാമർശവും അദ്ദേഹം ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. SNDP ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട ഈ കമ്മിറ്റി നടത്തിയ പരാമർശം ഇപ്പോൾ വിവാദമാവുകയും ചെയ്തിട്ടുണ്ട്. DCC അംഗമായ പനക്കൽ ദേവരാജൻ അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ സ്ത്രീകൾ അടക്കമുള്ള ഭൂരിപക്ഷം ആളുകൾ ഇരിക്കുന്ന ഒരു വേദിയിലായിരുന്നു ഈ വർഗീയ പരാമർശം നടത്തുകയും ചെയ്തത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDയുടെ സ്ഥാനാർത്ഥിയായ BDJSന്റെ നേതാവ് കൂടിയാണ് പ്രദീപ് ലാൽ. ഈ പ്രദീപ് ലാലിന്റെ പരാമർശത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം ആലപ്പുഴ ജില്ലയിൽ എങ്ങും ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കായംകുളം DYSPക്ക് പരാതി നൽകുന്ന അടക്കമുള്ള നടപടികളിലേക്കും കടന്നിട്ടുണ്ട്.